ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വീണ്ടും റിമാൻഡിലായ മുരാരി ബാബു ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നു എന്നുള്ളതാണ്. ആർ അരുൺ രാജ് വാർത്തയുടെ വിശദാംശങ്ങളായി ഇപ്പോൾ ചേരുന്നുണ്ട്. അരുൺ, വിവരങ്ങൾ. ഉന്മേഷ്, ശബരിമല സ്വർണ്ണക്കള്ള കേസിലാണ് മുരാരി ബാബു, ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായ മുരാരി ബാബു ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. നേരത്തെ കൊല്ലം വിജിലൻസ് കോടതി മുരാരി ബാബുവിന്റെ ജാമ്യം 2 കേസുകളിൽ നിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ജാമ്യം അപേക്ഷ ഇപ്പോൾ പരിഗണിക്കാൻ ശ്രമിക്കുന്നത്. ഈ ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തുന്ന ജാമ്യാപേക്ഷയിൽ പ്രധാനമായും പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ ഘട്ടത്തിലും സഹകരിച്ചിട്ടുണ്ട്. ആദ്യ ഘട്ടത്തിൽ തന്നെ അറസ്റ്റ് ചെയ്തതാണ്. ഇതിൽ കൂടുതൽ തനിക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനില്ല. ഉദ്യോഗസ്ഥൻ എന്ന രീതിക്കപ്പുറം താൻ കൂടുതൽ കാര്യങ്ങൾ നൽകിയിട്ടില്ല. ഇതിൽ ഇനിയും കസ്റ്റഡിയിൽ തുടരുന്നത്, ഇനിയും റിമാൻഡിൽ തുടരുന്നത് തനിക്കെതിരെയുള്ള നീതിനിഷേധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയിലേക്ക് മുരാരി ബാബു എത്തുന്നത്. ഒരുപക്ഷെ ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ പ്രോസിക്യൂഷൻ കൂടുതൽ കാര്യങ്ങൾ, മുരാരി ബാബുവിനെതിരായ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഹൈക്കോടതിക്ക് മുമ്പാകെ എത്താനാണ് സാധ്യത. നാളെ എന്തായാലും ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കാനാണ് മുരാരി ബാബുവിന്റെ നീക്കം. വിജിലൻസ് കോടതി 2 കേസുകളിലും ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ മുരാരി ബാബു ഹൈക്കോടതിയിലേക്ക് പോകാനൊരുങ്ങുന്നത്. ആർ അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.